ഈ സർക്കാർ എന്ത് ചെയ്തു, എന്ത് മാറ്റം കൊണ്ടു എന്ന് കണ്ണുണ്ടായിട്ട് കാണാത്തവർക്കും കാതുണ്ടായിട്ട് കേൾക്കാൻ പറ്റാത്തവന്മാർക്കും ഈ ദൃശ്യം അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യണം. ഒരു വൈറൽ ദൃശ്യമാണ്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരുന്നത് കൊണ്ട് മാത്രം യാഥാർത്ഥ്യമായ വി പാർക്ക് ഈ അടുത്ത് കൊല്ലത്ത് ഓപ്പൺ ചെയ്ത പാലങ്ങൾക്കടിയിലെ സ്ഥലങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാക്കി മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു പാർക്കുകൾ സൃഷ്ടിച്ച് സാമൂഹ്യ വിരുദ്ധ ഇടങ്ങളെയെല്ലാം ജനങ്ങളുടെ ഇടങ്ങളാക്കി മാറ്റിയ നൂതന പദ്ധതി. അവിടെ നിന്നുള്ളൊരു ദൃശ്യമാണ്. മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ ആ പാർക്കൊക്കെ ഇപ്പോൾ മനുഷ്യരുടെ ഇടയിൽ എങ്ങനെയാണ് ജീവസുറ്റതായി മാറുന്നതെന്ന് ആ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും. കണ്ടില്ലേ, മനുഷ്യരുടെ ഇടങ്ങളായി മാറിയിരിക്കുകയാണ്. അവരുടെ ആഘോഷ രാവുകൾക്ക് ആ ഇടങ്ങൾ ജീവൻ പകരുന്നുണ്ട്. ഇത് കേരളത്തിൽ ഏറെക്കുറെ ഭരിച്ചിരുന്ന UDF സർക്കാരോ കോൺഗ്രസ്സുകാരോ ചെയ്ത ചരിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് തലസ്ഥാനത്ത് വന്നാൽ മാനവീയം വീഥി കാണാം. അതുപോലെ കേരളത്തിലെ മേൽപ്പാലങ്ങൾക്ക് കീഴെ ഒരു കാലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രങ്ങളായിരുന്നു. അവിടങ്ങളിൽ എങ്ങനെയൊക്കെ പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റം കൊണ്ടുവന്ന് ജനങ്ങളുടെ വിശ്രമവേളകളെ ആനന്ദകരമാക്കാൻ പറ്റും എന്ന ആലോചനയിൽ നിന്ന് ടൂറിസം ഡിപ്പാർട്ട് നവീകരിച്ചെടുത്ത പദ്ധതിയാണ്. ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ ഇതിനെ സംബന്ധിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പുമിട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തുകൂടി സന്തോഷിക്കാവുന്ന ഒരിടം. പാലങ്ങളുടെ അടിഭാഗത്ത് വി പാർക്ക് എന്ന ആശയം നടപ്പിലാക്കാൻ ആലോചിച്ചപ്പോൾ ഇതായിരുന്നു ലക്ഷ്യം. കൊല്ലത്തെ വി പാർക്കിൽ നിന്ന് ഏറെ സന്തോഷം പകരുന്ന ഒരു വീഡിയോ. ഒപ്പം ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ഐലൻഡ് ടെലിവിഷൻ കേരളയ്ക്ക് കോട്ടസി കൊടുത്തുകൊണ്ട് ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എത്ര മനോഹരമായ കാഴ്ച. പുറത്ത് മഴ, ആ മഴയുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യർ ഒതുങ്ങി നിൽക്കുന്ന ആ നിമിഷത്തെ എത്ര മനോഹരമാക്കുകയാണ് ചെറുപ്പം. ഇതൊക്കെ തന്നെയാണ് മാറ്റങ്ങൾ. കണ്ണുള്ളവർക്ക് കാണാം, അനുഭവിച്ചറിയേണ്ടവർക്ക് അനുഭവിച്ചറിയാം. ഇതൊക്കെ ഒരു കാഴ്ചപ്പാടാണ്, പുരോഗമന ചിന്തയാണ്. ഇരുളടഞ്ഞ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഇത്തരം ഇടങ്ങൾ സൃഷ്ടിച്ചു തരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അവിടെയാണ് കഴിഞ്ഞ 9 വർഷം കേരളം മാറി എന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരമാകുന്നത്.